കോട്ടയുടെ ആദ്യ കവാടം കടന്ന് വിശാലമായ അകത്തളത്തിൽ പ്രവേശിച്ചു. പകൽ 3 മണി കഴിഞ്ഞിരുന്നു. മൊബൈൽ കൊണ്ട് പകർത്തുന്ന എൻ്റെ ദൃശ്യം ഷെയ്ഡായി ഭൂമിയിൽ കാണാം. നല്ല തീപ്പാറുന്ന വെയിൽ. ആദ്യ ഗേറ്റ് കടന്ന് അകത്തളത്തിൻ്റെ ദൃശ്യം പകർത്തി കോട്ടയുടെ അകത്തേക്ക് കടക്കുന്നതിനായി മെയിൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകുകയാണ്. ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ നടയിൽ കൂടി 10 അതിലധികമോ മീറ്റർ ഉയരമുള്ള പടുകൂറ്റൻ കോട്ടമതിൽ മല പോലെ 2 ഭാഗങ്ങളിലായി ഉയർന്നു നിൽക്കുന്നു. അതിനിടയിലുള്ള വിശാലമായ പാതയിൽ കൂടി വേണം മെയിൻ ഗേറ്റിൽ എത്തിച്ചേരാൻ. പുരാവസ്തു വകുപ്പ് സ്ഥാപിച്ച ചില ബോർഡുകൾ അവിടെ കാണാം. മെയിൻ ഗേറ്റിൽ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ്. ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചുള്ള ടിക്കറ്റ് പരിശോധിച്ച് കാണികളെ അകത്തേക്ക് കടത്തിവിട്ടു. കോട്ടയ്ക്ക് അകത്ത് കടന്ന ഞാൻ ചുറ്റുമുള്ള ദൃശ്യങ്ങൾ ഒന്ന് പകർത്തി. അകത്ത് ചെങ്കൽ പതിച്ച് നല്ല വിശാലമായ നടപ്പാതയും ചെടികൾ വെച്ച് നല്ല പൂന്തോട്ടവും നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ മാലിന്യമില്ലാതെ നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നു. അകത്തു കടന്ന് ചുറ്റിലും എടുത്ത ഈ ദൃശ്യം ഒരു ചെറു ശതമാനം മാത്രമേ ആകൂ. അകത്ത് കടന്ന് തീരെ നടക്കാൻ കഴിയാത്തവർ അവിടെ വിശ്രമിക്കാൻ ഇരിക്കുകയാണ്, തൊട്ടടുത്ത കടയിൽ നിന്നും ദാഹം മാറ്റിക്കൊണ്ട്. കോട്ട 40 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ പ്രദേശമാണ്.